ശ്രീനാരായണ ഗുരുരാദ്യാം ശിവലിംഗാര്യമധ്യമാം ബോധാനന്ദ സംസരന്തീം അസ്മദാചാര്യപര്യന്താം ശിഷ്യസംഘാന്വിതാം ശുഭാം ഗുരുചൈതന്യസമന്വിതാം ദിവ്യാം ജ്ഞാനപ്രവാഹിനീം വന്ദേ താം ചേതനാം പുനഃ. അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ചകാസ്തു ധർമ്മബോധായ നിത്യമവ്യാഹതാത്മനാം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീനാരായണ ധർമ്മം കൃതിയുടെ അധ്യയനത്തിലേക്ക് സാദരം സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ അപരക്രിയ എന്ന് പറയുന്ന 9ാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി പിണ്ഡദാന കർമ്മം ചെയ്യുവാൻ ആർക്കൊക്കെയാണ് അധികാരം എന്നുള്ളത് 251 ശ്ലോകം മുതൽ ഗുരുദേവൻ പറയുന്നു. ശ്ലോകം 251. പിതുഃ പിണ്ഡപ്രദപുത്ര പൗത്രോ വാ തദഭാവത തസ്യാപ്യഭാവേ സോദരീയ തത്പുത്രോ വാ നിയമ്യതാം. അർത്ഥം: പിതുഃ പിണ്ഡപ്രദ പുത്ര, അച്ഛന്റെ പിണ്ഡക്രിയ ചെയ്യുന്നവൻ പുത്രനാണ്. പുത്രന്റെ അഭാവത്തില് പൗത്രോവ, പുത്രന്റെ പുത്രന് ചെയ്യാം. തസ്യ അഭാവേ അഭി, അവന്റെ അഭാവത്തില് സഹോദരന് ചെയ്യാം. സഹോദരന്റെ അഭാവത്തില് തത് പുത്ര നിയമ്യത, സഹോദരന്റെ പുത്രനും ചെയ്യാം എന്ന് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തില് വീണ്ടും ഇതിന്റെ വിസ്തരണം പറയുന്നു. പ്രസ്തുതാനാം അസത്വേതു, ഇവരുടെ എല്ലാവരുടെയും അഭാവത്തിൽ ആർക്ക് ചെയ്യാം? സഹോദരിയുടെ പുത്രന് ചെയ്യാമെന്ന് പറയും. ഇനി ഭാര്യ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ഭാര്യ മരിച്ചാൽ ഭർത്താവിന് ഭാര്യയുടെ പിണ്ഡദാന കർമ്മങ്ങൾ ചെയ്യാം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പിണ്ഡദാന കർമ്മങ്ങൾ ചെയ്യാം. നമുക്ക് ഈ ലിസ്റ്റ് കേൾക്കുന്ന വേളയിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലൊരു സംശയം വരും, സ്ത്രീകൾക്ക് പിണ്ഡദാന കർമ്മം ചെയ്യാൻ സാധിക്കുമോ എന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി നമ്മളോട് ഒരാൾ നേരിട്ട് ചോദിച്ചു, സ്വാമിജി, സ്ത്രീകൾക്ക് അപരക്രിയ, അതായത് പിണ്ഡദാന കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നത്. വാസ്തവത്തിൽ അത് നിരീക്ഷണത്തിന്റെ കുറവ് കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ വരുന്നത്. കാരണം നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളല്ലേ വാവുദിനങ്ങളിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് ബലികർമ്മം ചെയ്യാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വൈദികമായ അന്ത്യേഷ്ടി സംസ്കാരവും അതിനുശേഷം വരുന്ന സൂതകധർമ്മവും സൂതകധർമ്മത്തിന്റെ ഭാഗമായി വരുന്ന സഞ്ചയനം, പിണ്ഡം, ശ്രാദ്ധം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ഏതൊരു സ്ത്രീക്കും തന്റെ ബന്ധുവിന് സമർപ്പിക്കാൻ പരിപൂർണമായ അധികാരമുണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകത്തില് ഭാര്യയ്ക്ക് ഭർത്താവിന് ചെയ്യാം എന്ന് പറഞ്ഞതിലൂടെ, ഭാര്യ എന്ന പദത്തിലൂടെ സ്ത്രീകളുടെ മുഴുവൻ അധികാരത്തെയും ഗുരുദേവൻ ഒരു പദത്തിന്റെ പ്രാതിനിധ്യത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തില് പരമ്പരാഗതമായ ഒരു ആശയത്തെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാരും ഇല്ലെങ്കിലും ബന്ധുവായിട്ട് ഇനി സ്ത്രീയാണുള്ളതെങ്കിൽ ആ സ്ത്രീക്ക് തന്റെ നേർബന്ധുവിന് പിണ്ഡദാന കർമ്മങ്ങൾ ചെയ്യുവാൻ പരിപൂർണമായ അധികാരമുണ്ട് എന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാം. ഇനി ചില ആളുകൾ ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമായിട്ട് ഇത്തരം ആരാധന, ആചാര അനുഷ്ഠാനങ്ങളെ എതിർക്കുന്ന വലിയൊരു പ്രവണതയെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരള ദേശത്ത്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വിശ്വാസപരമായ കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ എതിർക്കാറില്ല. രാഷ്ട്രീയമായി ഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും, രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിൽ നിന്ന് അവർ ഏറ്റുമുട്ടുമ്പോഴും വിശ്വാസപരമായ കാര്യങ്ങളെ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ഒരു ജീവിതം അനേക കാലങ്ങളായി, നൂറ്റാണ്ടുകളായി വിശ്വാസത്തിൽ, ആസ്ഥയിൽ, ആസ്ഥ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാവിശ്വാസത്തിൽ അടിയുറച്ചതാണ്. അതുകൊണ്ട് നമ്മൾ വടക്കേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാരണസിയിലോ മറ്റോ തെരുവോരങ്ങളിൽ പശുക്കൾ ഇങ്ങനെ സഞ്ചരിക്കും.
നമുക്കറിയാം പശുവിനെ ഒരു ഈശ്വരീയ ഭാവത്തില് ഇവിടെ പ്രാചീനമായിട്ട് ആരാധിച്ചു വരുന്നുണ്ട്, ഇന്നും ആരാധിച്ചു വരുന്നു. അവിടെ ഒരു പശുവിനെ ഒരു വ്യക്തി ആരാധിക്കുകയാണെങ്കിൽ, ഗോമാതാവ് എന്ന സങ്കല്പത്തിൽ പശുവിനെ ഒരു ഈശ്വരീയ ഭാവനയോടുകൂടി കാണുകയാണെങ്കിൽ അവിടെ യാതൊരു കുഴപ്പമില്ല. ആ കാണുന്ന വ്യക്തി ഒരു ഹിന്ദുവായ വ്യക്തി, ആ ഹിന്ദുവായ വ്യക്തിയുടെ രാഷ്ട്രീയം ചിലപ്പോൾ അദ്ദേഹം SP-യുടെ പക്ഷത്തായിരിക്കും. SP എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി, അല്ലെങ്കിൽ BSP കാരനായിരിക്കാം, കോൺഗ്രസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ CPM കാരനായിരിക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളും ആയിക്കൊള്ളട്ടെ, ആ വ്യക്തി പശുവിനെ ഒരു മാതൃതുല്യം ഈശ്വരീയ ഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവനെ ആരും ഒന്നും പറയില്ല. മാത്രമല്ല, എല്ലാ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരേപോലെയാണ്. തന്റെ രാഷ്ട്രീയ വിശ്വാസം, രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വേണ്ടി വിശ്വാസത്തെ പരിത്യജിക്കുന്ന ഒരു സംസ്കാരം അവിടെയും. പക്ഷെ കേരളത്തിൽ നമ്മൾ നോക്കി ഇതേ ഉദാഹരണത്തെ കേരളത്തിലെ കൊണ്ടുവരും. കേരളത്തിൽ ഒരാൾ പശുവിനെ ആരാധിക്കുന്നു, മാതൃഭാവത്തിൽ കാണുന്നു, വളരെയധികം പരിഹാസം ചൊരിയും. പരിഹാസം ചൊരിയുന്നത് മാത്രമല്ല, അയാളെ ഏതെങ്കിലും ഒരു മുദ്ര കൊടുക്കും. സപ്പോസ് സംഘി മുദ്ര കൊടുക്കും, ഇവനൊരു സംഘിയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മുദ്ര കൊടുത്ത് അങ്ങനെ ഒറ്റപ്പെടുത്തും. കാരണം എന്താണ്? കേരളത്തിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഹിന്ദുയിസമാണ് ഉള്ളത്, ഇവിടെ രാഷ്ട്രീയമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊളിറ്റിക്കൽ ഹിന്ദുയിസം അല്ല ഉള്ളത്, അവിടെ ധാർമ്മിക ഹിന്ദുയിസമാണ്, റിലീജിയസ് ആണ്, മതപരമായ വിശ്വാസമാണ്. അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനോ അനുയായി ആയിക്കൊള്ളട്ടെ, അവന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതിൽ അവൻ ഉറച്ചിരിക്കും. അതിൽ രാഷ്ട്രീയം കാണുകയില്ല. മാത്രമല്ല, ഏറ്റവും നമ്മൾ ഇന്ന് കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, ആ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ നഖശിഖാന്തം എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും അവരവരുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കും, ഒരിക്കലും അവരുടെ വിശ്വാസങ്ങളെ പണയപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ ഒരു ഭേദമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിൽ ഏതൊരു ആചാരാനുഷ്ഠാനത്തെയും എതിർക്കുക, പരിഹസിക്കുക, തള്ളിക്കളയുക എന്നുള്ളൊരു പ്രവണത കഴിഞ്ഞ കുറെ ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുദേവൻ വളരെ ഗംഭീരമായൊരു നിർദ്ദേശത്തെ ഈ 253, 254 ശ്ലോകങ്ങളിൽ തരുന്നു. ശ്ലോകം പറയുന്നു: പരേതസ്യ ആശൗചാദി സർവവിധി അഭി നിരർത്ഥക അജ്ഞതായ മനസ്ഥിതി യസ്യ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളെ സൂചിപ്പിക്കാനാണ് പരേതൻ എന്ന വാക്ക് ചേർത്ത്. ആ മരണപ്പെട്ട വ്യക്തി അതിനുശേഷം ബന്ധുജനങ്ങൾ ചെയ്യേണ്ടതായ സൂതകാദി ധർമ്മങ്ങൾ, ആശൗചം തുടങ്ങിയ ധർമ്മങ്ങൾ, കർത്തവ്യങ്ങൾ, ഇത്തരം കർത്തവ്യങ്ങൾ നിരർത്ഥകമാണ്, അത് അറിവില്ലായ്മയിൽ നിന്ന് ഉത്പന്നമാകുന്നതാണ് എന്നൊരു തിരിച്ചറിവ് ആർക്കാണോ ഉള്ളത് ആ വ്യക്തി ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഗുരു പറയുന്നു. നോക്കൂ, ആ വ്യക്തിയെ ഗുരുദേവൻ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിലൂടെ നിർവികൽപ്പസ്യ തസ്യാണ്. തസ്യ എന്ന് പറയുന്നത് അവന് നിർവികൽപ്പസ്യ, യാതൊരു പ്രകാരത്തിലുമുള്ള സംശയമില്ലാത്തവന്. നിഷേധിക്കാൻ പുറപ്പെടുകയോ പരിഹസിക്കാൻ വേണ്ടി പുറപ്പെടുകയോ വിമർശിക്കാൻ വേണ്ടി പുറപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിക്കല്ല, മറിച്ച് ഇതിന്റെ നിരർത്ഥകതയെ ബോധ്യം വന്ന, ഇതിന്റെ അജ്ഞാനത്തിൽ നിന്നാണ് ഇത് ജനിക്കുന്നതെന്ന് ബോധ്യം വന്ന സംശയരഹിതനായ ഒരു വ്യക്തി. സംശയരഹിതനായ വ്യക്തി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം വേദാന്ത ആശയത്തിന്റെ ഏറ്റവും ഉന്നതമായ ചിന്തയിൽ രമിക്കുന്ന ആളായിരിക്കണം. കന്നജായതയും മ്രിയതേ, ആരും ജനിക്കുന്നില്ല മരിക്കുന്നില്ല, വേദാന്ത ഭാഷ്യം അനുസരിച്ച് ആ വേദാന്തത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം എല്ലാ ക്രിയകൾക്കും വലിയ കാര്യമുണ്ട്. അല്ലെങ്കിൽ അയാൾ യുക്തിവാദത്തിന്റെ ഏറ്റവും ശുദ്ധമായ തലത്തിലേക്ക് ഉയർന്ന വ്യക്തിയായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉയർന്ന സിദ്ധാന്തത്തിന്റെ ആ സിദ്ധാന്തത്തെ മനനം ചെയ്ത്, ആ കാഴ്ചപ്പാടിനെ മനനം ചെയ്ത് അതിൽ ഉയർന്ന തലം നേടിയ ഒരു വ്യക്തിയായിരിക്കണം. ആ വ്യക്തിക്ക് ഇതെല്ലാം നിരർത്ഥകമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യാതിരിക്കുക, തള്ളിക്കളയാം. പക്ഷേ ഗുരു അടുത്ത കാര്യം പറയുന്നു: അനീദൃശ്യസ്യ സർവസ്യ യേശവിധി നിയമ്യത. എന്നാൽ ഇപ്രകാരമല്ലാത്ത എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തില് വലിയ വൈചാരികമായ തലത്തിലേക്ക് ഉയരാത്ത എല്ലാവർക്കും, ഈ എല്ലാവർക്കും എന്നുള്ള ബഹുവചനം പ്രയോഗിക്കാൻ കാരണം എല്ലാവർക്കും എന്ന് പറയുന്നത് സമൂഹത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഏകവചനമാണ്, തസ്യ എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, അത് ഒരു വ്യക്തിയുടെ കാര്യമാണ്. ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളെ പാലിക്കാതിരിക്കാം, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഏതൊരു വ്യക്തിയാണ് അനുഷ്ഠാനങ്ങളെ പാലിക്കാതിരിക്കേണ്ടത്?
ഏതൊരു വ്യക്തിക്കാണോ സംശയങ്ങൾ പരിപൂർണമായി നീങ്ങിയത്, ഈ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഉണ്ടാക്കിയത്. ഇനി ഇതില് നമുക്ക് ഭഗവാനെ നമ്മൾ പുഷ്പങ്ങൾ അർച്ചിച്ച് ആരാധിക്കുന്നു. ഒരാൾക്ക് പുഷ്പങ്ങൾ കിട്ടിയില്ല, അയ്യോ പുഷ്പങ്ങൾ ഇല്ലാതെ ഭഗവാൻ ഇനി പ്രസീതനാകില്ല, സന്തുഷ്ടനാകില്ല, അതുകൊണ്ട് എന്റെ ആരാധന വിഫലമാകുമോ എന്ന് സംശയങ്ങൾ മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും തോന്നുന്നില്ല. പുഷ്പങ്ങൾ ഉണ്ടായാലും ശരി, പുഷ്പങ്ങൾ ഇല്ലെങ്കിലും ശരി, ആ വ്യക്തി മനസ്സുകൊണ്ട് ഭഗവാൻ ആരാധിക്കുന്നു. അങ്ങനെ ഉയർന്ന വൈചാരികമായ തലത്തിൽ ഉയർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളുടെ നിരർത്ഥകതയെ ബോധിച്ചാൽ ആ വ്യക്തിക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് ഏകവചന പദപ്രയോഗത്തിലൂടെ ഗുരുദേവൻ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിച്ചത്. പക്ഷെ സാമാന്യ തലത്തിൽ ഒരു സമൂഹം എന്ന രീതിയിൽ ഇതിനെ ആചരിക്കണം എന്ന് പറയുന്നു. നോക്കൂ, അനീദൃശ്യസ്യ സർവസ്യ ഏഷ വിധി നിയമ്യത. ഏഷ വിധി, ഈ വിധി നിയമിക്കപ്പെട്ടിരിക്കുന്നത് നിർബന്ധമായിട്ടും ആചരിക്കപ്പെടേണ്ടതാണ്. ആർക്കാണ്? സർവസ്യ, എല്ലാവർക്കും തന്നെ. എപ്രകാരമുള്ള എല്ലാവർക്കും? നേരത്തെ പറഞ്ഞ ആ വ്യക്തിയെ പോലെ ചിന്തിക്കാത്ത എല്ലാവർക്കും. മീൻസ് ഈ സമൂഹത്തെ സാമാന്യമായി നോക്കിക്കഴിഞ്ഞാൽ അതത് ആചാര അനുഷ്ഠാനങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം എന്നൊരു ധ്വനി കൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് എപ്രകാരം പാലിക്കണം? സത്തു, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. സത്തു, അത് ഏത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പറയുന്ന അപരക്രിയ തുടങ്ങിയ സാമൂഹ്യമായ ആചാരവിശേഷങ്ങളെ കർമ്മ തൽപരേഹി പുരോഹിത നിയുക്തേന, ഈ വിഷയങ്ങളെ കുറിച്ച് നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാര്, പുരോഹിതന്മാര്, ശാന്തിമാര്, അവരെ വിളിച്ചു കൊണ്ടുവന്ന് തത്തത് കാല ദേശാനുകൂലച്ച നിരൂഹ്യതാം, അതാത് ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ രീതിയിൽ നിർവഹിക്കപ്പെടണം എന്ന് പറയുന്നു. അപ്പോൾ നിരൂഹ്യത എന്നുള്ള ക്രിയാപദം നിർവഹിക്കപ്പെടണം എന്ന അർത്ഥമാണ്. അത് ചെയ്യണം എന്ന് തന്നെയാണ് ഗുരു പറയുന്നത്. അതെങ്ങനെ ചെയ്യണം? ആ വിഷയത്തെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആളുകളെ വിളിച്ചു വരുത്തി നമ്മുടെ ദേശത്തിനും കാലത്തിനും ഏതേത് ആചാര മര്യാദകളാണോ ഇണങ്ങുന്നത്, നടന്നു വരുന്നത്, അതിനെ മാനിച്ചുകൊണ്ട് അത് ചെയ്യണം. പിണ്ടകർമ്മത്തിൽ ചില ആളുകൾ അരി കുറച്ച് മാത്രം വേവിക്കുന്നു, കുറച്ച് മാത്രം വേവിച്ചിട്ട് പിണ്ടദാനം ചെയ്യുന്നു. ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അരി വെള്ളത്തിലിടുന്നു, വെള്ളത്തിലിട്ടിട്ട് അതിൽ ആ വെള്ളം ഒഴിച്ച് അരി എടുത്ത് അതിൽ ശർക്കരയും മറ്റും ചേർത്ത് ആ ഒരു ദ്രവ്യം പിണ്ടമായിട്ട് സമർപ്പിക്കും. ഇനി വേറെ ചില ആളുകൾ വേറെ രീതി സമർപ്പിക്കുന്നു. എന്തായാലും പിണ്ടം സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേശത്ത് കാലത്ത് ഏത് രീതിയിലാണോ ആചാരങ്ങൾ പരിഷ്കരിച്ച് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്, അതിനെ നമുക്ക് പിന്തുടരാം. അത് എങ്ങനെ പിന്തുടരണം? അതിനെക്കുറിച്ച് അറിവുള്ള ഒരു പണ്ഡിതനെ വിളിച്ചു വരുത്തി ഒരു പുരോഹിതനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അപരക്രിയ എന്ന് പറയുന്ന ഈ അധ്യായം ഉപസംഹരിക്കുകയാണ്. അടുത്ത അധ്യായം നമ്മുടെ ഈ കൃതിയുടെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്. ആ അധ്യായത്തിന്റെ പേരാണ് സന്യാസം എന്നുള്ളത്. സന്യാസം എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എല്ലാവർക്കും സന്യാസത്തെ കുറിച്ച് അറിയാം. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അപ്പൊ അസ് എന്നുള്ളൊരു ധാതു ഉണ്ട് സംസ്കൃതത്തിൽ. അസ് ക്ഷേപണം എന്ന് പറയും. റീഗ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു ധാതുവാണ് അസ്. ആ അസിനോട് നീ എന്ന് പറയുന്ന ഒരു ഉപസർഗം ചേർന്ന് കഴിഞ്ഞാൽ ഞസ് എന്നായിട്ട് മാറും. ഞസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ് മുഖ്യമായിട്ടുള്ളത്. ഏറ്റവും മുഖ്യമായ അർത്ഥം വെക്കുക എന്നാണ്. ഒരു സ്ഥലത്ത് ഒരു സാധനം വെക്കുക, മേശയുടെ മുകളിൽ വെക്കുക, അവിടെ അത് വെച്ച് ഒരു സ്ഥലത്ത് ഒന്ന് വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഞസ് എന്നുള്ള ശബ്ദം മുഖ്യമായിട്ട് വരുന്നത്. നമുക്ക് അസ് എന്നുള്ള ധാതുവിന്റെ അർത്ഥം എറിയുക എന്നാണ്. ഈ ധാതുവിനോട് ചില ഉപസർഗങ്ങളും അതേപോലെ പ്രത്യയങ്ങളും ചേർന്ന് കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും, മൊത്തം അർത്ഥം മാറും. അപ്പൊ ധാതുവിന്റെ അർത്ഥം മാത്രം എടുത്ത് നമ്മൾ പദത്തിന് അർത്ഥം പറയരുത്. ഏത് പ്രത്യയം ചേർന്നു, ഏത് ഉപസർഗം ചേർന്നു എന്ന് കൂടി മനസ്സിലാക്കും. ഇപ്പൊ ഞസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്കുക എന്നുള്ള അർത്ഥം കിട്ടും, ഞസ്. ഇനി മറ്റൊരു അർത്ഥമാണ് ഉപേക്ഷിക്കുക, ത്യാഗം ചെയ്യുക എന്നുള്ള അർത്ഥവും ഞസ് എന്നുള്ള വാക്കിലുണ്ട്. അപ്പൊ ഒരു ഉപസർഗം കൂടി അതിന്റെ കൂടെ ചേർക്കുന്നു, സം എന്ന് പറയുന്നത്. സം അഥവാ സമ്യക്. സം എന്ന് പറഞ്ഞാൽ എന്താണ്? സം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതി, നല്ല വണ്ണം, നല്ലോണം, നല്ല പ്രകാരം, പൂർണ്ണമായ ഇനി അർത്ഥങ്ങൾ ബോധിപ്പിക്കുന്ന ഉപസർഗമാണ് സം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സം പ്ലസ് നി പ്ലസ് അസ് ഈസിക്കൽ ടു സന്യാസം എന്ന വാക്കുണ്ട്. നമുക്ക് എന്ത് അർത്ഥമായിട്ട് എടുക്കാം? നല്ല രീതിയിൽ വെച്ചത്, വെക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉപേക്ഷിച്ചത്. ഇതാണ് സന്യാസം. അപ്പൊ വെക്കുക എന്ന് പറഞ്ഞാൽ ചിതറിക്കിടക്കുന്ന മനോവ്യാപാരങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവ അനേകായിരം ചിത്തവൃത്തികളുണ്ട്, ചിന്തകളുണ്ട്. ഇങ്ങനെ ചിതറിക്കിടക്കുന്ന മനോവ്യാപാരങ്ങളെല്ലാം ഈശ്വര സ്വരൂപമായ ആത്മസ്വരൂപത്തിൽ നല്ല രീതിയിൽ വെക്കുന്നു.
അതിനെ സന്യാസം എന്ന് പറയാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ പരിത്യജിക്കുന്നു, നമ്മുടെ സ്വരൂപത്തെ അന്യമാക്കിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളെയും നല്ല രീതിയിൽ പരിത്യജിക്കുന്നു, ഇതിനെ സന്യാസം എന്ന് പറയും. ഇനി നമ്മുടെ സമൂഹത്തില് ഈ ചിന്തകന്മാരുടെ ഇടയിൽ, ഗുരുവിന്റെ കൃതികളൊക്കെ പഠിക്കുന്ന സജ്ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ അല്പം ആത്മീയമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ കേൾക്കുന്ന ചില വാചകങ്ങളൊക്കെ ഉണ്ടാവും, ചില വാക്കുകൾ. എന്താണ് ആ വാക്കുകൾ? പലരും പറയുന്നു സന്യാസം എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ എന്തെങ്കിലും ഒരു വേഷം കെട്ടലല്ല, വസ്ത്രത്തെ അണിയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബാഹ്യലിംഗത്തെ മീൻസ് ബാഹ്യ ലക്ഷണത്തെ ധരിക്കുന്നു. ഇതാണ് സന്യാസം എന്ന് പറയാൻ പറ്റില്ല. സന്യാസം മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. മനസ്സുകൊണ്ടാണ് സന്യാസം. നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ടും അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ഇരുന്നു കൊണ്ടും നമുക്ക് സന്യാസിയെ പോലെ ജീവിക്കാം എന്നൊക്കെ ഈ ചില ചർച്ചകളിൽ ചില വിദ്വാൻമാരൊക്കെ പറയും, അഭിനവ വിദ്വാൻമാരൊക്കെ പറയും. ഇവിടെ നമ്മൾ ഈ വിഷയത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. സന്യാസം എന്താണ് എന്നുള്ളത്. സന്യാസം രണ്ട് പ്രകാരത്തിലും. ഒന്ന് വ്യാവഹാരിക സന്യാസമാണ്, രണ്ട് പാരമാർത്ഥിക സന്യാസമാണ്. ഈ രണ്ട് ഭേദങ്ങൾ മനസ്സിലായാൽ നമുക്ക് എല്ലാ പരിപൂർണമായി സന്യാസം എന്ന് പറയുന്ന ആ വിഷയത്തിന്റെ സംശയം അസ്തമിക്കും. ഒന്ന് വ്യാവഹാരിക സന്യാസം, രണ്ട് പാരമാർത്ഥിക സന്യാസം. പാരമാർത്ഥിക സന്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തി പരിപൂർണമായും തന്റെ സ്വരൂപത്തിൽ അവസ്ഥിതമായി ആധ്യാത്മികത പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ പരിപൂർണമായി അവസ്ഥിതനായി മുക്തഭാവത്തെ നേടിക്കഴിഞ്ഞു. അങ്ങനെ ഒരു വ്യക്തി ഏത് വേഷം ധരിച്ചാൽ, എവിടെ ജീവിച്ചാൽ, ഏത് ആശ്രമത്തിൽ ജീവിച്ചാൽ, ആശ്രമം മീൻസ് ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, ബ്രഹ്മചാരി ആയിക്കൊള്ളട്ടെ, ഏത് ആശ്രമത്തിൽ എങ്ങനെ, ഏത് ഭാവത്തിൽ, ഏത് ജോലി ചെയ്ത് എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും അവൻ സന്യാസി തന്നെയാണ്. അവൻ പാൻറ്റും ഷർട്ടും ഇട്ടാലും വേറെ ഏതെങ്കിലും വേഷം ധരിച്ചാലും ആ വ്യക്തിയെ നമുക്ക് സന്യാസി എന്ന് തന്നെ പറയാം. ഏതവസ്ഥയിൽ? പാരമാർത്ഥിക അവസ്ഥയിൽ. പാരമാർത്ഥിക അവസ്ഥ സന്യാസത്തിന്റെ ടോപ്പ് അവസ്ഥയാണ്. അവിടെ നമുക്ക് ഏതെങ്കിലും വേഷം കൊണ്ടോ ഏതെങ്കിലും ഭാവം കൊണ്ടോ ആ വ്യക്തി സന്യാസി അല്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പോലും ഉപയോഗിച്ച്, ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നിശ്ചയിച്ച്, ആ വ്യക്തിയുടെ ലോക വ്യവഹാരത്തെ നിശ്ചയിച്ച് ഒരിക്കലും ഇവൻ സന്യാസി അല്ലെന്ന് പറയാൻ സാധിക്കില്ല. ഏതവസ്ഥയിൽ? പാരമാർത്ഥിക അവസ്ഥയിൽ. പാരമാർത്ഥിക അവസ്ഥയിൽ കേവലം തന്റെ സ്വരൂപത്തിൽ അവസ്ഥിതമായിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ദർശനമാലയിൽ അവസാന അധ്യായത്തിന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓരോരോ അവസ്ഥകൾ, ജീവൻ മുക്തന്റെ 4-5 ഭാവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മവിത്ത് വരൻ തുടങ്ങിയവ. ഇനി വ്യാവഹാരിക സന്യാസം എന്ന് പറഞ്ഞാൽ ഈ പാരമാർത്ഥികമായിരിക്കുന്ന സന്യാസത്തിലേക്ക്, സ്വരൂപത്തിൽ അവസ്ഥിതമാകുക എന്നുള്ള പാരമാർത്ഥികമായ സന്യാസത്തിലേക്ക് ഉയരാൻ വേണ്ടി ഒരു വ്യക്തി വ്യാവഹാരികമായ ജീവിതത്തെ സ്വീകരിക്കുന്നു, ഒരു ദീക്ഷാ സമ്പ്രദായത്തെ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ബാഹ്യലിംഗങ്ങളെ ധരിക്കാം. ബാഹ്യലിംഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം. ഒരു പോലീസുകാരന്റെ ബാഹ്യലിംഗം എന്താണ്? അദ്ദേഹത്തിന്റെ യൂണിഫോം, നക്ഷത്രം, ലാത്തി തുടങ്ങിയ ഒരുപാട് ബാഹ്യലിംഗങ്ങളുണ്ട്. ഒരു മിലിറ്ററിക്കാരന് ബാഹ്യലിംഗമുണ്ട്. മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഷർട്ടും മുണ്ടും ധരിച്ച് ഉത്സവ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ ഇദ്ദേഹം സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്? അദ്ദേഹത്തിന് ആ വേഷവിധാനങ്ങളോട് കൂടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ പാരമാർത്ഥികമായ സന്യാസത്തിലേക്ക് ഉയരാൻ വേണ്ടി ഒരു വ്യക്തി ഏതെങ്കിലും സമ്പ്രദായത്തെ ശരണം പ്രാപിച്ച് ആ സമ്പ്രദായത്തിൽ നിന്ന് ദീക്ഷയെ സ്വീകരിച്ച് ബാഹ്യമായിരിക്കുന്ന വേഷവിധാനങ്ങളാണ്. വസ്ത്രത്തെ അണിയുന്നു, മുണ്ടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ജട മുടി താടിയെല്ലാം നീട്ടി വളർത്തുന്നു, കമണ്ടല് ധരിക്കുന്നു. അങ്ങനെ സന്യാസത്തിൻ്റെതായ പല പല ഭാവങ്ങളും സ്വീകരിക്കുന്നു. നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ സന്യാസിമാരും ആരാണ്? അവരെല്ലാം വ്യാവഹാരിക സന്യാസിമാരാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്യാസിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആക്ഷേപിക്കരുത്, സന്യാസിയായിട്ട് ഇവനെന്താ എങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനസ്സിലാക്കുക, അവര് പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഉയരാൻ വേണ്ടി അഭ്യസിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെ പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്. അല്ലാതെ സന്യാസി ഏതെങ്കിലും ഒരു ചൊവ്വാഗ്രഹത്തിൽ നിന്ന്
പൊട്ടി വീണാവുന്നല്ല. നമ്മളെല്ലാവരെയും പോലെ മനുഷ്യർ. ആ മനുഷ്യരായ വ്യക്തികളിൽ ഓരോരുത്തരും ഓരോരോ പ്രൊഫഷനെ സ്വീകരിച്ചു. ചില ആളുകൾ മിലിറ്ററിയിൽ പോകുന്നു, ചില ആളുകൾ അങ്ങോട്ട് പോകുന്നു, പോലീസിൽ പോകുന്നു, ഡോക്ടർ ആകുന്നു. അതേപോലെ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ വ്യക്തിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഉയരാൻ വേണ്ടി ഒരു മേഖലയെ സ്വീകരിച്ചു. ആ മേഖലയെ സ്വീകരിച്ചതുകൊണ്ട് താൻ ആ മേഖലയിൽപ്പെട്ട ആളാണെന്ന് സമൂഹത്തെ ബോധിപ്പിക്കണം, സമൂഹം അത് മനസ്സിലാക്കണം. അങ്ങനെ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി കുറച്ചും കൂടി സുഖകരമായിട്ട് യാത്ര പോകാൻ സാധിക്കും. സമൂഹം ആ വ്യക്തിയെ അങ്ങനെ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ വ്യക്തിക്ക് പോകാൻ ഉതകുന്ന, ആ വ്യക്തി പോകുന്ന വഴിയിൽ സമൂഹം ഒരു വിഘാതമായിട്ട് വരില്ല, ഒരു തടസ്സമായിട്ട് വരില്ല. ഒരു കാവി ധരിച്ചൊരു സന്യാസിങ്ങനെ പോകുമ്പോൾ ഒരാൾ വന്നിടാ ഇച്ചിരി മദ്യം കുടിക്കാം എന്ന് പറയുന്നു, ഒരിക്കലും പറയില്ല. ആ വ്യക്തിക്ക് അറിയാം ഇതൊരു സന്യാസിയാണ്. അതുകൊണ്ട് ആ വ്യക്തി സന്യാസിയുടേതായ വഴിയിൽ സന്യാസിയെ പോകാൻ അനുവദിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ആ ബാഹ്യമായ വേഷധാരണം കണ്ട് മനസ്സിലാക്കിയത്. ഇപ്പൊ വ്യവഹാര സന്യാസത്തില് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പരാജയത്തിന്റെ സാധ്യതകളുണ്ട്. സന്യാസ മാർഗത്തിൽ നിന്ന് നിബന്ധിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എന്തുകൊണ്ട്? അവൻ അഭ്യസിക്കുന്ന വ്യക്തിയാണ്, ഉയർന്ന തലത്തിലേക്ക് ഉയരാൻ വേണ്ടി അഭ്യസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വ്യവഹാര സന്യാസിമാരെ കണ്ട് നിങ്ങൾ സന്യാസിമാരല്ലേ, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പാടുണ്ടോ എന്നൊന്നും ആരും ചോദിക്കേണ്ട. എല്ലാവരും മനുഷ്യരാണ്. പ്രയത്നത്തിനിടയിൽ, പരിശ്രമത്തിനിടയിൽ വിജയിക്കാനും പരാജയപ്പെടാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചില ആളുകൾ ആക്ഷേപിക്കുന്നു കള്ളസ്വാമിമാർ എന്ന് പറയും. നമുക്ക് ഏത് മേഖലയിലാണ് വ്യാജന്മാരില്ലാത്തത്? വ്യാജ ഡോക്ടർമാരില്ലേ? വ്യാജ ഡോക്ടർമാരുണ്ടെന്ന് കരുതി ആരെങ്കിലും നല്ല ഡോക്ടർമാരെ കാണാതിരിക്കുന്നുണ്ട്? എല്ലാ മേഖലയും എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അപ്പുറത്തും ഉണ്ട്. അത് ഏത് മേഖലയിലും ഉണ്ട്. അതുപോലെ വ്യാവഹാരിക സന്യാസം എന്ന മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഭാരതത്തിന് സന്യാസത്തിന് കിട്ടുന്ന ബഹുമാനവും, സന്യാസത്തിന് കിട്ടുന്ന സുരക്ഷിതത്വവും, സന്യാസത്തിന് കിട്ടുന്ന നല്ലൊരു സുഖകരമായ പാതയും, അതിൻ്റെയൊക്കെ ലാഭം എടുക്കാൻ വേണ്ടി വേഷധാരികളായ ഒരുപാട് പേരും ഇതിലുണ്ട്. അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ അടച്ചാക്ഷേപിക്കുന്ന ശൈലിയും ശരിയല്ല. ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഇനി ഈ അധ്യായത്തിൽ 256 മുതൽ 258 വരെയുള്ള ശ്ലോകങ്ങളിൽ ശിഷ്യന്മാര് ഗുരുവിനോട് സന്യാസത്തെ കുറിച്ച് ചോദിക്കുക. എന്താണ് സന്യാസം എന്ന് ചോദിക്കുക. ഇപ്പൊ ഗുരുദേവന് ഉത്തരം നൽകുന്നു. എന്നിട്ട് 260 ശ്ലോകത്തിൽ വളരെ പ്രസക്തമായ ഒരു ആശയം ഗുരു പറയുകയാണ്. ശ്ലോകം 260. ശാന്ത്യാദി സാധനവതി നിത്യാനിത്യ വിവേകിനി വിരക്തി ഭരിതായോഷിത് പുംവത് സന്യാസമർഹതേ. ഇതിനർത്ഥം പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും പരിപൂർണമായും സന്യാസം സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അവരെന്ത് ചെയ്യണം? ആ സന്യാസത്തിലേക്ക് ഉയരാനുള്ള യോഗ്യതയെ നേടണം. സന്യാസത്തിലേക്ക് ഉയരാനുള്ള യോഗ്യതയായിട്ട് ഗുരുദേവനോട് പറയുന്നു. ശാന്തിയാദി സാധനവതി നിത്യാനിത്യ വിവേകിനി. ഈ ആശയം നമുക്ക് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ ആദ്യ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. ഒരു പ്രത്യേക അധികാരം നമ്മൾ ആർജിക്കണം. ആ അധികാരത്തിന്റെ പേരാണ് സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയും. ആ സാധന ചതുഷ്ടയ സമ്പത്തിയെ ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെ ശാന്തിയാദി സാധനവതി നിത്യാനിത്യ വിവേകിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. സാധന ചതുഷ്ടയം, സാധന, നമ്മുടെ ക്ലാസ്സിന്റെ പേരാണ് സാധന. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ സാധന എന്ന് എപ്പോഴും പറയുന്നുണ്ടല്ലോ, സാധനയിൽ രാവിലെ ക്ലാസ് ഉണ്ട്, എന്താണ് സാധന എന്ന് ചോദിച്ചാൽ നമ്മൾ മെഴുസിരിക്കരുത്. ഉടനെ പറയണം. എന്ത് പറയണം? സാധ്യതേ അനയ ഇത് സാധന. സാധ്യം എന്ന് പറയുന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ എന്നെ സഹായിക്കുന്ന ഉപകരണം എന്താണോ അതിനെന്ത് പറയാം? സാധന എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള സാധന, എന്റെ ലക്ഷ്യം എന്താണ്? സന്യാസമാണ്. അപ്പൊ സന്യാസത്തിലേക്ക് ഉയരാൻ വേണ്ടി എന്നെ സഹായിക്കുന്ന 4 പ്രകാരത്തിലുള്ള സമ്പത്തിനെയാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ ആദ്യ വരിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ 4 പ്രകാരത്തിലുള്ള സമ്പത്താണ് വിവേകം, വൈരാഗ്യം, ശമാധി, ഷഡ്കം, മുമുക്ഷുത്വം. നിങ്ങൾ പല ക്ലാസ്സുകളായിട്ട് പല നമ്മുടെ സാധനാ ക്ലാസ്സിലെ പല ആചാര്യന്മാരിൽ നിന്നും ഈ സാധനാ ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് വിസ്തരിച്ച് കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇതിനെ വിസ്തരിക്കുന്നില്ല. എങ്കിലും സംക്ഷിപ്തമായിട്ട് ഈ ഭാഗം വന്നുകൊണ്ട് പറയാം. വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. ഓരോന്നും എങ്ങനെയാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന കഴിവിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ഇവിടെ ഗുരു നിത്യ അനിത്യ വിവേകിനി എന്ന് പറഞ്ഞിരിക്കുന്നു. നിത്യവസ്തു ഉണ്ട്, അനിത്യ വസ്തു ഉണ്ട്. അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അനിത്യമായതിനോട് നമുക്ക് ഡിറ്റാച്ച്മെന്റ് വരുന്നു, നിത്യമായതിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് വരുന്നു. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തെന്നും കൂടെ നിൽക്കുന്ന വസ്തുവിനെയാണ്. 10 ദിവസം നമ്മളെ കൂടെ നിന്ന് വളരെ സ്നേഹത്തോടെ നിന്ന് പിന്നെ മാറി നിൽക്കുന്ന ആളുകൾ ആർക്കും ഇഷ്ടമല്ല.
എന്നെന്നും കൂടെ നിൽക്കുന്നത് കേവലം സ്വരൂപസ്ഥനായ ഈശ്വരൻ മാത്രമാണെന്നുള്ള ബോധ്യം ഒരു ഘട്ടത്തിൽ ഉറക്കി. അതോടുകൂടി അനിത്യമായ ലോകവ്യവഹാരങ്ങൾ, ലോകവസ്തുക്കൾ ഡിറ്റാച്ച്മെന്റിൽ ഈ അവസ്ഥയെ വൈരാഗ്യം എന്ന് പറയും. അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയാനുള്ള കഴിവ്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് മനസ്സിലാക്കി ഇത് നിത്യവസ്തു, ഇത് അനിത്യവസ്തു. ഇങ്ങനെ നിത്യവസ്തുവിനോട് പ്രേമവും അനിത്യവസ്തുവിനോട് ഒരു അകൽച്ചയും ഒരു ഡിറ്റാച്ച്മെന്റും ഇതിനെ വൈരാഗ്യം എന്ന് പറയും. ഇനി അതിലേക്ക് ഉയരാൻ വേണ്ടി ഒരു ശാന്തിയാദി എന്ന് പറഞ്ഞാൽ ക്ഷമം, ദമം, അങ്ങനെ ഒരുപാട് ശമതപാദി കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അവസാനം നമുക്ക് മുമുക്ഷത്വം ഉണ്ടായിരിക്കണം. മോക്ഷവുമേ ഭൂയാ ഇതി മുമുക്ഷത്വം എന്ന് പറയും. എനിക്ക് മോക്ഷത്തെ നേടിയെടുക്കണമെന്ന് തീവ്രമായ ഇച്ഛ. എനിക്ക് എൻ്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് അപരിമിതമായ അവസ്ഥയിലേക്ക് ഉയരണമെന്ന് തീവ്രമായ ഇച്ഛ. ഇതിന് മുമുക്ഷത്വം എന്ന് പറയും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ആരിലുണ്ടോ, അത് പുരുഷനാണെങ്കിലും ശരി, സ്ത്രീ ആണെങ്കിലും ശരി, അവർക്ക് സന്യസിക്കാനുള്ള അധികാരമുണ്ടെന്ന് സ്വാമി തൃപ്പാദങ്ങൾ ഈ 261 60 ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 262, 263 ഈ ശ്ലോകങ്ങളിൽ ആരൊക്കെയാണ് സന്യാസത്തിന് അർഹരല്ലാത്തത് എന്നും കൂടി ചൂണ്ടിക്കാണിക്കുന്നു. 262 പറയുന്നു, ആചാര്യസ്യൈവ അനുമതി അനവാപ്യ സ്വമേധയാ സന്യസേതക്ഷമയാ കോപി വിക്ഷിപ്ത മാനസഃ. ചില ആളുകള് ഗുരുവിന്റെ ആജ്ഞയെ, ആചാര്യന്റെ ആജ്ഞയെ മാനിക്കാതെ സ്വന്തം മനസ്സുകൊണ്ട് സന്യസിക്കാൻ പോകും. എപ്പം പോവും? വിക്ഷിപ്ത മാനസ. നിങ്ങൾ ആരെങ്കിലും പണ്ട് ഒരു സിനിമ, ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകൻ, ചിന്താവിഷ്ടയായ ശ്യാമള എന്നൊരു സിനിമ അദ്ദേഹം രചിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. പഴയൊരു സിനിമയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിന്ന് മാറി, അങ്ങനെ പലർക്കും പെട്ടെന്ന് വിക്ഷിപ്തമായൊരു അവസ്ഥ വരും. ആ അവസ്ഥയിൽ പെട്ടെന്നൊരു താത്കാലികമായൊരു വൈരാഗ്യം വരും. എങ്ങനെയാണോ പ്രമേഹ രോഗിക്ക് മധുരത്തോട് വൈരാഗ്യം വരുന്നത്, അതേപോലെ വൈരാഗ്യം വരും. അങ്ങനെ വൈരാഗ്യം വന്ന് ക്ഷമയില്ലാതെ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ ആ സന്യാസം വിജയിക്കില്ല. ഒരു ആചാര്യന്റെ കീഴിലിരുന്ന് ആചാര്യന്റെ അനുമതി വേണം. എന്തുകൊണ്ട് ആചാര്യ അനുമതി വേണം? ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആധ്യാത്മികമായ ഉന്നത തലത്തിൽ വിരാജിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് തന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കുറവുകൾ, കുറ്റങ്ങളെല്ലാം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇവൻ ഇതിന് അധികാരിയാണെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ നിരീക്ഷിച്ച് പരീക്ഷിച്ച് മാത്രമേ ഒരു വ്യക്തിക്ക് സന്യാസം കൊടുക്കുകയുള്ളൂ. ഗുരു പറയുന്ന ഒരു മഹാവാക്യമാണല്ലോ, കാണുന്ന എല്ലാവർക്കും സന്യാസം കൊടുക്കരുതെന്ന് തന്റെ ശിഷ്യനോട്. അതേപോലെ വിക്ഷിപ്തമായ മനസ്സോടുകൂടി ഇപ്പൊ നമ്മൾ കരുതും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ കുറച്ചും കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആശ്രമ സംസ്കാരങ്ങളിലേക്ക്, നമ്മുടെ ആശ്രമങ്ങളിലേക്ക് ഒന്ന് കൂടുതൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറെ ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് പഠിക്കുന്ന വേളയിൽ, ഒരു താമസിക്കുന്ന വേളയിൽ വടക്കേ ഇന്ത്യയിൽ ഒരിക്കൽ കേരളത്തിൽ നിന്ന് ഒരാൾ വന്നു. അവർ ആശ്രമത്തിൽ താമസിച്ചു. ആ മഠാധിപതിയെ കണ്ടു, ഞാൻ ഇനി ഇവിടെ താമസിക്കുകയാണ്, എനിക്ക് സന്യാസം വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഠാധിപതി പറഞ്ഞു, ആ ശരി, ഇരുന്നോളൂ, ഒരു 4-5 മാസം കഴിയട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ 4-5 മാസം പുള്ളി അവിടെ ഇരുന്നു. ഒരിക്കലും വീട്ടിൽ നിന്ന് കോൾ വന്നു, ഒരു ഫോൺ വന്നു. അപ്പൊ പുള്ളി വീണ്ടും വീട്ടിലേക്ക് പോയി. പുള്ളി വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം, വീട്ടിലെ ഭാര്യയുമായിട്ട് വലിയ വഴക്കുണ്ടായി. അപ്പൊ നേരെ വന്നു ആശ്രമത്തിലേക്ക്. 4 മാസം കഴിഞ്ഞ് തിരിച്ച് ഭാര്യയെ വിളിച്ചു സംസാരിച്ച്, സ്നേഹത്തോടെ സംസാരിച്ചു. അപ്പൊ ആശ്രമം ഉപേക്ഷിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ഈ ആശ്രമ മേഖലകളിൽ കാണാൻ സാധിക്കും. നമ്മൾ പലരും നമ്മുടെ ഗൃഹവും നമ്മുടെ കുടുംബവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കഴിയുന്നത് കൊണ്ടും ഇത്തരം മേഖലകളെ കുറിച്ച് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ കേൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു വരും. ഇങ്ങനെയൊക്കെ തീർച്ചയായും ഉണ്ടാകുന്നു. അതുകൊണ്ട് വിക്ഷിപ്തമായ മനസ്സുള്ള ഒരു വ്യക്തിയും സന്യസിക്കരുത് എന്ന് പറയുന്നു. അതേപോലെ അടുത്ത ശ്ലോകത്തിലും ഗുരുദേവൻ ഈ ആശയം പറയുന്നു, വൈരാഗ്യ ചിത്ത വൈശദ്യ വിവേകരഹിത പുമാൻ എന്ന് പറയും. ആരുടെ മനസ്സിലാണോ നേരത്തെ പറഞ്ഞ സാധനാചതുഷ്ടയ സമ്പത്തില്ലാത്തത്, വിവേകമില്ലാത്തത്, വൈരാഗ്യമില്ലാത്തത്, അങ്ങനെയുള്ള വ്യക്തിയും സന്യസിക്കരുതെന്ന് പറയാം. ഇനി 264, 265 ശ്ലോകങ്ങൾ. ഈ ശ്ലോകങ്ങളിൽ സന്യാസിയുടെ ലോക വ്യവഹാരം എങ്ങനെയായിരിക്കണമെന്ന് കൂടി പറയും. സന്യാസിയുടെ ലോക വ്യവഹാരം, കാരണം മുന്നോട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സന്യാസത്തിന്റെ ചടങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. വിരജാഹോമം എന്നൊരു ഹോമം, നമ്മൾ ഗണപതി ഹോമം, ശാന്തി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഇങ്ങനെ പല ഹോമങ്ങളും കാണാറുണ്ട്. അതിൽപ്പെട്ടൊരു ഹോമമാണ് വിരജാഹോമം. ആ വിരജാഹോമം ചെയ്തിട്ടാണ് ഒരാൾ സന്യാസിയാകുന്നത്. വിരജാഹോമം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യും? വളരെ അല്പം കഠിനമാണ്. തന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർ മരണപ്പെട്ടതായി സങ്കല്പിച്ച് അവർക്ക് പിണ്ടദാനം ചെയ്യും. തനിക്കും പിണ്ടദാനം ചെയ്യും, തനിക്കും ബലി അർപ്പിക്കും.
തന്റെ മാതാപിതാക്കൾ ജീവിച്ചാലും ഇല്ലെങ്കിൽ അവർക്കും വലിയില്ല. എന്താണ് അർത്ഥം? അർത്ഥം ഈ ലോകത്തെ വ്യക്തിപരമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും താൻ പൂർണ്ണമായിട്ടും പിൻവാങ്ങി എന്നുള്ള ഒരു ആശയത്തെ ബോധിപ്പിക്കാനാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത വ്യക്തി പിന്നെ ലോകത്തിന്റെ സ്വന്തമാണ്, ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെയോ ഏതെങ്കിലും ഒരു ആളുടെയോ സ്വന്തമല്ല. അതുകൊണ്ട് നമ്മൾ സന്യാസിമാരോട് എപ്പോഴും, ആരെങ്കിലും സന്യാസിമാർ നമ്മുടെ വീട്ടിലോ പരിസരത്തോ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ സ്വാമിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കരുത്. അത് ഏറ്റവും അനുചിതമായ, അദ്ദേഹത്തെ അപമാനിക്കുന്ന ചോദ്യത്തിന് തുല്യമാണ്. നമ്മൾ കേരളത്തിലെ ചോദിക്കില്ല, അങ്ങോട്ടും ചോദിക്കാറില്ല, മറ്റ് സംസ്ഥാനങ്ങൾ ചോദിക്കാറില്ല. കാരണം വിരജാഹോമത്തിലൂടെ തന്റെ എല്ലാ വ്യക്തിബന്ധങ്ങളെയും മുറിച്ചു മാറ്റി എന്നുള്ള സങ്കല്പം ചെയ്തിട്ടാണ് ഒരാൾ സന്യാസത്തിലേക്ക് വരുന്നത്. ആ വ്യക്തിക്ക് എല്ലാ വീടും ആ വ്യക്തിയുടെ വീട് തന്നെ, പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു വീടില്ല. അതുകൊണ്ട് ഒരു സന്യാസിയെ കണ്ടു കഴിഞ്ഞാൽ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, സ്വാമിജിയുടെ വീട്ടിൽ മറ്റാരൊക്കെയാണ് സന്യാസിമാർ എന്നൊന്നും ചോദിക്കരുത്. അപ്പോ ആ ആശയത്തെ ബോധിപ്പിക്കാൻ ഗുരുദേവൻ പറയുന്ന 264 ശ്ലോകത്തിൽ പറയുകയാണ്, സ്വമിത്രേഷു കുടുംബേവ യഥേ പരം സ്നേഹം മാസ്തു. തന്റെ പൂർവാശ്രമവുമായിട്ട് സന്യാസിക്ക് അധികം ബന്ധം ഉണ്ടാവരുത്, പൂർവാശ്രമവുമായിട്ടും കുടുംബവുമായിട്ടും വലിയ സ്നേഹം കാണിക്കരുത് എന്ന് പറയുന്നു. മാത്രമല്ല സ്നേഹ യസ തത്രപി പ്രശസ്യത സമജീവിഷി. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണണം. സന്യാസി ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ പൂർവാശ്രമത്തിലെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വന്നു, അതേപോലെ മറ്റൊരു അമ്മയും വന്നു, രണ്ടുപേരും വന്നു. ഈ രണ്ടുപേരോടും ഒരേ സ്നേഹമായിരിക്കും ഉണ്ടാകേണ്ടത്. അയ്യോ ഇത് എൻ്റെ അമ്മയല്ലേ, എൻ്റെ അച്ഛനല്ലേ, അങ്ങനെയുള്ള സ്നേഹമൊന്നും കാണിക്കരുത്, വെറുപ്പ് കാണിക്കരുത്, എല്ലാവരോടും തുല്യമായ സ്നേഹം. ഇത് 264, 265 സന്യാസിയുടെ ലോക മര്യാദകളെ കുറിച്ച് ഇവർ പറയും. ഇനി 266, 267 ശ്ലോകത്തില് സന്യാസം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള വിധികളെ പറയുക. 266, 267 ശ്ലോകം. ശ്ലോകം 266. ആചാര്യാനുജ്ഞയാ പൂർവം പുമാൻ മുണ്ഡിത മസ്തകാ വിരജാഹോമോ പരമോ സമേത്യ ഗുരുസന്നിധിം. 267. പ്രദക്ഷിണീകൃത്യ ഗുരും സാഷ്ടാംഗ പ്രണതോത്തിത കാഷായ വസനം തസ്മാത് ആദദീതകമണ്ഡലും. അങ്ങനെ ആദ്യമായിട്ട് ആചാര്യന്റെ അനുമതിയായാലും പൂർണ്ണ മുണ്ടനം ചെയ്യണം. ശരീരത്തില്, ശിരസില്, തല തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണ മുണ്ടനം ചെയ്യണം. അങ്ങനെ മുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് വേണം? ആചാര്യ അനുജ്ഞയ വിരജാഹോമ, വിരജാഹോമം ചെയ്യാം. വിരജാഹോമം സാധാരണ ഹോമം തന്നെയാണ്, പക്ഷെ ആ ഹോമത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. ഞാൻ എൻ്റെ എല്ലാ ശരീരത്തെയും മനസ്സിനെയും പ്രാണങ്ങളെയും എല്ലാം ഇതിൽ സമർപ്പിക്കുന്നു, ഈ അഗ്നിയിൽ സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ മന്ത്രങ്ങൾ ചൊല്ലി വിരജാഹോമമുണ്ട്. ആ വിരജാഹോമം ചെയ്തു കഴിഞ്ഞ് ആ വിരജാഹോമത്തിന്റെ മുമ്പേ തന്നെ ചില സ്ഥലങ്ങൾ അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? സന്യാസിന് തൊട്ട് മുമ്പ് വെള്ളവസ്ത്രമാണ് ധരിക്കുക, വെള്ളവസ്ത്രം. ആ വെള്ളവസ്ത്രം പരിപൂർണമായിട്ട് ത്യാഗം ചെയ്യുന്നു. താൻ ധരിച്ചിരുന്ന മുണ്ട്, മേൽമുണ്ടെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നു, ഒരു സമുദ്രത്തിലോ നദിയിലോ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് വിരജാഹോമം കഴിഞ്ഞ് അല്ലെങ്കിൽ ഹോമത്തിന് മുമ്പേ ആചാര്യന്റെ അടുത്ത് പോയിരിക്കും. അപ്പൊ ആചാര്യൻ പറയുന്നു, നിനക്ക് വസ്ത്രം പോലും ഇല്ല, നീ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി, അതുകൊണ്ട് നീ ഇനി പൂർണ്ണമായിട്ടും ഒരു യതിയായിട്ട് സഞ്ചരിച്ചോളൂ പറയുന്നു. അങ്ങനെ തിരിച്ചു നടക്കുന്നു, പോകുന്ന വേളയിൽ ആചാര്യൻ തിരിച്ച് വീണ്ടും വിളിക്കുന്നു, ഒരു കാര്യം ചെയ്യും, എന്തായാലും എല്ലാം സന്യസിച്ചല്ലോ, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നാണ് ആപ്തവാക്യം. ആത്മമോക്ഷാർത്ഥം ചെയ്യുകയും ഈ ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം, അതാണ് സന്യാസിയുടെ കർത്തവ്യം. അതുകൊണ്ട് നീ എന്തായാലും എല്ലാം ഉപേക്ഷിച്ച് ഒരു കാര്യം, ഈ ലോകത്തിൽ വിവഹരിക്കാൻ വേണ്ടി മാത്രം, ഈ ലോകത്തിൽ ഇടപെട്ട് ശിഷ്ടകാലം ഇനി ജനങ്ങളെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രം ഈ വസ്ത്രം അണിഞ്ഞോളൂ എന്ന് പറഞ്ഞ് അഗ്നിയുടെ നിറമുള്ള കായ് വസ്ത്രം കൊടുക്കുന്നു. നോക്കൂ, കാഷായ വസ്ത്രം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്ത ശ്ലോകത്തിൽ 267. കാഷായ എന്ന് പറഞ്ഞാൽ ഈ ഗംഗാ നദീതടത്തിലൊക്കെ പ്രത്യേകം മണ്ണ് കിട്ടും, ഒരു കാവ്യ തരത്തിലുള്ള മണ്ണാണ്. ആ മണ്ണ് വെള്ളത്തിൽ കലക്കി അതില് ഉപ്പിടും, സൈന്ധവം എന്ന് പറയും, ഉപ്പ്. അത് ഒരു പാറക്കല്ലിൽ നിന്ന് വരുന്ന ഉപ്പാണ് സൈന്ധവം. ആ ഉപ്പ് ചേർത്ത് കുറച്ച് മരുന്നുകളൊക്കെ ചേർത്ത് ആ മരുന്നുകൾ നല്ല പരുത്തി വസ്ത്രം മുക്കിക്കഴിഞ്ഞാൽ അത് കാഷായ വസ്ത്രമായി. ആ കാഷായ വസ്ത്രം ധരിച്ച് പിന്നെ ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി ആ സന്യാസി ചരിക്കുന്നു. ഇങ്ങനെയാണ് സന്യാസത്തിന്റെ ഒരു വിധിയുടെ ഏറ്റവും സംക്ഷിപ്തമായ രൂപങ്ങൾ. അതിനുശേഷം
268 സന്യാസിയുടെ സാധനാ സമ്പ്രദായങ്ങളെ കുറിച്ച് സ്വാമി തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്. 269, 270 ശ്ലോകം 269, 270 ഒരു സന്യാസിയുടെ അന്തിമ സംസ്കാരത്തെ കുറിച്ച് പറയുന്നു. ഒരു സന്യാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ, സമാധിസ്ഥനായി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം എന്ന് പറയുന്നു. ഇനി ശ്ലോകം 271, 272, 273 സന്യാസിയായ ഒരു വ്യക്തി എവിടെയൊക്കെ താമസിക്കാമെന്ന് പറയും. നോക്കൂ, ശ്ലോകം 272 നോക്കൂ, പുസ്തകം ഉണ്ടെങ്കിൽ. നിവാസായാശ്രയേത് കാമം സന്യാസീയത മാനസ അന്യത്ര നവസേത് ഗേഹേ സ്വധർമാപായ കാരണാത്. അതിന് മുമ്പേ പറയുന്നു, മഠം ദേവാലയം വാപി ജനതാമന്ദിരം ഗുഹാം നദ്യാസ്തീരഞ്ച സാമുദ്രം ബ്രഹ്മചാരി നികേതനം. ഒരു സന്യാസി എവിടെയൊക്കെയാണ് താമസിക്കേണ്ടത്? സന്യാസിക്ക് മഠങ്ങളിൽ താമസിക്കാം. മഠം എന്ന് പറഞ്ഞാൽ സന്യാസ ആശ്രമങ്ങളുണ്ട്. ആശ്രമങ്ങളിൽ താമസിക്കാം, ദേവാലയത്തിൽ താമസിക്കാം, അമ്പലത്തിൽ താമസിക്കാം, ജനതാ മന്ദിരം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാല സത്രങ്ങൾ. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ നമുക്ക് ഹോട്ടൽ എന്ന് പറയാം. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു കേന്ദ്രം, സത്രങ്ങൾ തുടങ്ങിയ കേന്ദ്രം, അവിടെ താമസിക്കാം. ഗുഹയിൽ താമസിക്കാം. എവിടെയെങ്കിലും ഗുഹയുണ്ടെങ്കിൽ ആ ഗുഹയിലും ഞങ്ങൾക്ക് താമസിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇനിയോ നദീതീരത്തും താമസിക്കാം. നദിയുടെ തീരത്ത് താമസിക്കാം. സമുദ്രതീരത്തും താമസിക്കാം. ബ്രഹ്മചാരി നികേതനം, ബ്രഹ്മചാരിയുടെ വീട്ടിൽ താമസിക്കാം എന്നാണ് അർത്ഥം. ബ്രഹ്മചാരി നികേതനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിമാർ പഠിക്കാൻ വേണ്ടി ഗുരുകുലത്തെ ആശ്രയിക്കുന്നു. ആ ഗുരുകുലത്തിലും സന്യാസിക്ക് താമസിക്കാം എന്ന് പറയുന്നു. ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളല്ലാതെ മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ പരമാവധി താമസിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഈ ശ്ലോകത്തിൽ പറയാം. 273 ശ്ലോകത്തിൽ ഗുരു പറയുന്നു, പ്രാജ്ഞ സന്യാസി ദുർനിവാരാപതി ഗൃഹസ്ഥസ്യ ഗൃഹേ 3 ദിനാനി വസ്യത് തഥ ഊർധം ന കിഞ്ചന എന്ന് പറയുന്നു. അതായത് ബുദ്ധിമാനായ ഒരു സന്യാസി. നമുക്ക് പ്രാജ്ഞ എന്നുള്ള വിശേഷണം ചേർത്തുകൊണ്ട് വളരെ വലിയൊരു വേറൊരു ദിശയിലേക്ക് അതിന്റെ അർത്ഥത്തെ ഗുരു ബോധിപ്പിക്കുകയാണ്. കാരണം ചില സന്യാസിമാര് ഈ ഒരു ആശയത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ മണ്ടന്മാരാണ്. അതുകൊണ്ട് പ്രാജ്ഞ സന്യാസി, ബുദ്ധിമാനായ സന്യാസി എന്ത് ചെയ്യുന്നു? ബുദ്ധിമാനായ സന്യാസി അവര് താമസിക്കാൻ ഒട്ടും ഈ പറഞ്ഞ മറ്റു നദീതീരമോ സമുദ്രതീരമോ മഠങ്ങളോ ദേവാലയമോ അങ്ങനെയുള്ള സന്യാസിക്ക് വിഹിതമായ യാതൊരു സ്ഥലവും കിട്ടിയില്ല എന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഏതെങ്കിലും ഒരു ഗൃഹസ്ഥന്റെ വീട്ടിൽ താമസിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രം. മറ്റൊരു സ്ഥലവും കിട്ടിയില്ലെങ്കിൽ, സത്രം കിട്ടിയിട്ടില്ല, ദേവാലയം കിട്ടിയില്ല, നദീതീരമില്ല, ഒന്നുമില്ല, ഗുഹയില്ല, തീർത്തും ഒറ്റപ്പെട്ടു പോയി, താമസിച്ചേ പറ്റൂ. അപ്പോൾ എവിടെ താമസിക്കാം? പ്രാജ്ഞ സന്യാസി, ബുദ്ധിമാനായ സന്യാസി ഒരു ഗൃഹസ്ഥന്റെ വീട്ടിൽ താമസിക്കാം. പരമാവധി എത്ര ദിവസം? പരമാവധി 3 ദിനാനി, 3 ദിവസം. 3 ദിവസത്തിൽ കൂടുതൽ എവിടെയും താമസിക്കരുത് ഗൃഹത്തിൽ എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നമ്മുടെ പൗരാണികമായ സങ്കല്പം കൂടിയാണ്. സന്യാസിമാർക്ക് 3 ദിവസം ഒരു ഗൃഹത്തിൽ താമസിക്കാമെന്നുണ്ട്. അതുകൊണ്ട് ഉത്തര ഭാരതത്തിൽ എമ്പാടും ഗൃഹങ്ങളിൽ ഏതൊരു സന്യാസിക്ക് പോയി കഴിഞ്ഞാലും 3 ദിവസം താമസിക്കാൻ പറ്റും. ഒരു സന്യാസിക്ക് 3 ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. ഭക്ഷണം, പാനീയങ്ങൾ, അതിനു വേണ്ടിയുള്ള പ്രത്യേക മുറികൾ, സജ്ജീകരണമൊക്കെ വീട്ടിൽ, ഏത് വീട്ടിലും. നമ്മൾ തന്നെ പല വീടുകളും, എനിക്ക് ഒട്ടും യാതൊരു പരിചയമില്ലാത്ത എത്രയോ വീടുകൾ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് ഒരു ദിവസം, അര ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ട്. ഒരു പരിപൂർണമായ സ്നേഹത്തോടു കൂടി, അയ്യോ സന്യാസി ഞങ്ങളുടെ ഗൃഹത്തിൽ വന്നല്ലോ എന്ന ഏറ്റവും ഉന്നതമായ ആദരവോടു കൂടി സന്യാസി സ്വീകരിക്കും. നമ്മുടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും സന്യാസിമാർക്ക് ആ ഒരു മര്യാദ കൊടുക്കുന്ന ഗൃഹസ്ഥാശ്രമങ്ങളുണ്ട്. സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ വിശേഷമായിട്ട് അവർ താമസിക്കാൻ വേണ്ടി മുറികളൊക്കെ തയ്യാറാക്കി. ഞാൻ തന്നെ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും കണ്ണൂരും പല ഗൃഹസ്ഥ കുടുംബങ്ങളിലും ഇപ്രകാരം താമസിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു ഗൃഹസ്ഥാശ്രമയുടെ ധർമ്മം കൂടിയാണ് അതിഥിയജ്ഞം. ആ അതിഥിയജ്ഞത്തിൽ സന്യാസിമാര്, ബ്രഹ്മചാരിമാര്, ധർമ്മപ്രചാരകർ, അവർക്കുള്ള താമസ ഭക്ഷണ വ്യവസ്ഥ കൂടി ഒരുക്കണമെന്ന് ഗുരുദേവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് 3 ദിവസത്തിൽ കൂടുതൽ തതഹ ഊർധം ന കിഞ്ചന, അതിനുശേഷം ഒരിക്കൽ പോലും സന്യാസി ഗൃഹസ്ഥാശ്രമിയുടെ ഭവനത്തിൽ താമസിക്കാൻ പാടില്ല എന്ന് ഒരു നിർദ്ദേശം തന്നെ ശ്ലോകം 273. ഇനി ശ്ലോകം 274 ഒരു സന്യാസിയുടെ സംഘടനാ ധർമ്മത്തെ കുറിച്ച് ഗുരു പറയുക. എന്താണ് സംഘടനാ ധർമ്മം?
സംഘം ഭജേയുർയതീനാം യതയോ വീതകൽമഷാ സമാന ധർമ്മ സംബന്ധ സമേഷാം ശ്രേയസേ ഭവേത്. പണ്ട് കാലത്ത് സന്യാസിമാരൊക്കെ ഒറ്റയ്ക്കായിരുന്നു യാത്ര. ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്നു. പക്ഷെ പിന്നീട് കാലഘട്ടം മാറിയപ്പോൾ അവർക്കൊരു കൂട്ടായ്മ അനിവാര്യമായിട്ട് വന്നു. എന്തുകൊണ്ട് കൂട്ടായ്മ അനിവാര്യമായിട്ട് വന്നു? കാരണം ഒരു പ്രകൃതി നിയമമുണ്ട്. സമാന ചിന്താഗതിക്കാർ, സമാനമായ ധർമ്മം ആചരിക്കുന്നവർ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അവർക്ക് അവരുടെ ധർമാചരണം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരേ വിശ്വാസം, ഒരേ ആചരണം, ഒരേ വഴി എന്നുള്ളവര് പരസ്പരം വിഘടിച്ചു പോകാതെ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് പരസ്പരം തങ്ങളുടെ ധർമ്മത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സമാന ധർമ്മ സംബന്ധ എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സന്യാസിമാരുടേതായ ധർമ്മം സമാനമാണ്. അതുകൊണ്ട് അവർ സംഘമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, സന്യാസ സംഘമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ സന്യാസിക്കും ആ കരുത്ത് കിട്ടും. സംഘമാകുമ്പോൾ സംഘബലത്തിന്റെ കരുത്ത് ഓരോ സന്യാസിയും കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വീതകൽമഷ യതഹ യതീനാം സംഘ ഭജയും. സന്യാസിമാര് ഒരു സന്യാസ സംഘത്തെ ആശ്രയിച്ച് വേണം മുന്നോട്ട് പോകാൻ. പഴയ കാലം പോലെ ഇന്നത്തെ കാലത്ത് ഇപ്പൊ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശിൽ കുന്നംകുളം സ്വദേശിയായ ഒരു വ്യക്തി, അദ്ദേഹം വടക്കേനിൽ പോയി സന്യാസം എടുത്തു, നേപ്പാളിൽ ആശ്രമത്തിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് ഒരു പരിവർത്തനം വരുന്നു. വീട്ടിലേക്ക് വരികയാണ് പാവം. അവിടുന്ന് ബീഹാറിനോ യുപിന്നോ ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് വരികയാണ്. ആ ട്രെയിന് ആന്ധ്രാപ്രദേശിൽ ഏതൊരു സ്റ്റേഷൻ എത്തിയ സമയത്ത് ആ ട്രെയിനിന്റെ ഉള്ളിലുള്ള കുറച്ച് ആളുകൾ വഴക്കുണ്ടായി ഇദ്ദേഹത്തെ തല്ലിക്കും. ഒരു ചെറുപ്പക്കാരൻ, മലയാളിയായ സന്യാസി, ഈ അടുത്ത. എന്തുകൊണ്ട്? കാരണം കാലഘട്ടം മാറി. പഴയ കാലഘട്ടം പോലെയല്ല. ജനങ്ങളിൽ ധർമാചരണം കുറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് സദ്വൃത്തരായ ജനങ്ങളെ കാണുമ്പോൾ അപഹസിക്കുന്ന, നിന്ദിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന പ്രവണത കൂടി വരിക. അതുകൊണ്ട് സന്യാസിമാർ സന്യാസി സംഘത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെതായ ഒരുപാട് അക്ലിഷ്ടമായ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്ന് ഭാരതത്തിൽ നിരവധി സന്യാസ സംഘങ്ങളുണ്ട്. രാമകൃഷ്ണ മഠം എന്ന് പറയുന്ന വളരെ പ്രൗഢമായ പ്രശസ്തമായ സന്യാസ സംഘമാണ്. അതൊരു അഖാഡകൾ, വിവിധ സമ്പ്രദായങ്ങൾ, ശിവഗിരിയിലെ ശ്രീനാരായണ ധർമ്മ സംഘം, അങ്ങനെ ഏതെങ്കിലും ഒരു സംഘത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സമേഷാം ശ്രേയസേ ഭവത്. ആ സംഘത്തിലെ എല്ലാവരുടെയും ശ്രേയസ്സിനായിക്കൊണ്ടത് ഭവിക്കുമെന്ന് ഗുരു പറയുന്നു. ഇനി ശ്ലോകം 277, സന്യാസി തന്റെ സ്വത്തുകൾ, സന്യാസിക്കും ദക്ഷിണയായിട്ട് പലതും ലഭിക്കുമെന്ന്, ഈ സ്വത്തുകൾ എപ്രകാരം കൈകാര്യം ചെയ്യണം, അതിന് എപ്രകാരം വ്യവഹരിക്കണമെന്ന് ശ്ലോകം 277 ഗുരു പറയുന്നു. മൃതസ്യത്തു യഥേർവിത്തം ആശ്രയേതാത്മനു ഗുരും ഗുരോർമഠം സ്വശിഷ്യാൻ വാനാന്യം കേനാപി ഹേതുനാ. ഈ ശ്ലോകത്തിലെ താല്പര്യം, ഒരു സന്യാസി ആ സന്യാസിയുടെ സന്യാസ ജീവിതകാലത്ത് ദക്ഷിണയായിട്ടോ മറ്റോ എന്തെങ്കിലും ധനം ലഭിക്കുകയാണെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ ആ ധനം തന്റെ ശിഷ്യന്മാർക്ക് അധികാരപ്പെട്ടതാണ്. ശിഷ്യന്മാർ മരണപ്പെടുകയാണെങ്കിൽ ആ ധനം ഗുരുവിന് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഗുരുവിന്റെ മഠത്തിന് അവകാശപ്പെട്ടതാണ്. ഇപ്പൊ ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ അംഗങ്ങളായ സന്യാസിമാർ, ആ സന്യാസിമാരുടെ കാലശേഷം ആ സന്യാസിയുടെ വ്യക്തിപരമായ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാഹനങ്ങളോ സ്ഥലങ്ങളോ വീടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ ധർമ്മസംഘത്തിലേക്ക് വന്നു ചെയ്യും. മറ്റാർക്കും അതിന് അവകാശങ്ങളില്ല. അപ്പൊ ആ ഒരു ആശയമാണ് ഈ ശ്ലോകത്തിൽ. സന്യാസിയുടെ സ്വത്ത് മറ്റു കാര്യങ്ങൾക്ക് പോകരുത് എന്ന് ഗുരു പറയുകയാണ്. സന്യാസിക്ക് ദക്ഷിണായി ലഭിക്കുന്ന എല്ലാ വസ്തുവകകളും അത് ധാർമ്മികമായ കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഗുരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് ഗുരുവിന്റെ മഠത്തിനും വന്നു ചേരും. മറ്റൊരാൾക്കും നമുക്ക് കേനാപി ഹേതുന അന്യം ന ആശ്രയത്, മറ്റൊരാൾക്കും അത് വന്നു ചേരുത്, മറ്റൊരാൾക്കും സന്യാസിയുടെ ധനം പോകരുത് എന്ന് പറയുകയാണ് 277 ശ്ലോകത്തിൽ. ഇനി 290 സന്യാസി തന്റെ ധർമ്മത്തെ ഉല്ലംഘിക്കരുത് ഒരു കാരണവശാലും എന്നൊരു നിർദ്ദേശത്തെ ഗുരുദേവൻ ശ്ലോകം 290 നൽകുന്നു. ഈ ശ്ലോകങ്ങളൊക്കെ സമാന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് ചില ശ്ലോകങ്ങൾ മാത്രം വിശദീകരിക്കുന്നത്. ശ്ലോകം 291, അതിനു മുമ്പ് 290.
അതിലെന്ത് പറയുന്നു? മാനവ ജീവന സന്യാസ പരമോത്കൃഷ്ട സത്യം. മനുഷ്യ ജീവിതത്തിൽ സന്യാസത്തിന് വലിയ സ്ഥാനമുണ്ട്, പരമമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അധഹാത്തം ആസാധ്യ, സന്യാസം സ്വീകരിച്ച്, ഒരിക്കൽ സന്യാസം സ്വീകരിച്ച് പ്രമാദേന നീചാം വൃത്തിയും ആശ്രയൻ യതി, അവന്റെ ഉള്ളിലുള്ള പ്രമാദം കൊണ്ട്, അലസത കൊണ്ട്, അല്ലെങ്കിൽ ദുർവിചാരം കൊണ്ട് സന്യാസം സ്വീകരിച്ചതിന് ശേഷം സന്യാസത്തിന് നിരക്കാത്തതായ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അന്യ അപഹാസ്യതാ പാത്രം, അന്യരുടെ ആക്ഷേപത്തിന് പാത്രമാകും. ഈ ലോകത്തൊരു പ്രത്യേകത, അവർക്ക് എന്താണ് ധർമ്മമെന്നും എന്താണ് ധർമാചരണമെന്നും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അവരുടെ ജീവിതത്തിൽ അവർ ധർമ്മത്തെ പാലിച്ചില്ലെങ്കിൽ കൂടിയും മറ്റൊരാള് ധർമ്മമാർഗത്തിൽ നിന്ന് നിവദിക്കുകയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കും. നേരെ മറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ സ്വന്തം ജീവിതത്തിൽ എല്ലാവരും ആചരിക്കുന്നു, എല്ലാവരും ചെയ്യുന്നു. ആരാണ് സ്വന്തം ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തത്? സ്വന്തം ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റൊരാളെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഉടനെ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അത് തെറ്റാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നൈസർഗികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സന്യാസിയുടെ മാർഗം എന്താണ്, സന്യാസി ഏത് പ്രകാരമാണ് ജീവിക്കേണ്ടത്, സന്യാസിയുടെ സംയമന വൃത്തി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സന്യാസത്തെ കുറിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്ക് പോലും സന്യാസിയുടെ ധർമ്മത്തെ കുറിച്ച് അറിയാം. അതാരും പഠിപ്പിച്ചു കൊടുത്തില്ല, മറിച്ച് നൈസർഗികമായിട്ട് കാലാനുസൃതമായിട്ട് എത്രയോ കാലങ്ങളുടെ സാമൂഹിക സംസ്കാരം കൊണ്ട് ഓരോ വ്യക്തിയിലും വന്നു ചേർന്ന അറിവാണ്. ആ അറിവ് ജനങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അപഹസിക്കും. അയ്യോ, ഏറ്റവും ശ്രേഷ്ഠമായി ഗുരു പറയുന്നു, മാനവ ജീവന സന്യാസ പരമോത്കൃഷ്ടം, ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് പറയും. അങ്ങനെയുള്ള സന്യാസത്തെ സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ ആ സന്യാസ വൃത്തിയോട് നിരക്കാതെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ലോകർ അപഹസിക്കുന്നു. അതുകൊണ്ട് സന്യാസ വൃത്തിക്ക് യതിധർമ്മത്തിന് വിഘാതം വരുന്ന, യതിധർമ്മത്തിന് വിഘാതം വരുന്ന ഒരു കാര്യവും തന്നെ സന്യാസി ചെയ്യരുത് എന്ന് പറയും. സന്യാസിയുടെ മുമ്പിൽ അത്ര വലിയ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ മനുഷ്യരല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു, വ്യവഹാര സന്യാസിമാരാണ് എല്ലാവരും. ആ വ്യവഹാര സന്യാസി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു സന്യാസ വേഷത്തെ ധാരണ ചെയ്യുകയാണ് പരമമായ സന്യാസത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പാരമാർത്ഥിക സന്യാസി അല്ലാത്തതിനാൽ തെറ്റുകൾ സംഭവിക്കാൻ, സന്യാസ വൃത്തിക്ക് നിരക്കാത്ത കർമ്മങ്ങൾ ചെയ്യാൻ ഒരുപാട് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നമുക്ക് പറയുന്നു, ശ്ലോകം 291 പറയുന്നു, സന്യസ്ത കഷ്ടിതവി അന്തര ധർമ്മം നിർവോടും അക്ഷമം. ഒരു വ്യക്തി സന്യാസം എടുത്ത് ആ വ്യക്തി കുറെ കാലം മുന്നോട്ട് പോയിട്ട് ആ വ്യക്തിക്ക് തോന്നുകയാണ്, എനിക്കിത് പാലിക്കാൻ സാധിക്കില്ല. എന്ത് പാലിക്കാൻ സാധിക്കില്ല? കാരണം സന്യാസം ഒരു തീക്ഷ്ണമായ വഴിയാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ തീവ്രമായ ഡിറ്റാച്ച്മെന്റിനെ നമ്മൾ എപ്പോഴും നിലനിർത്തണം. ഈ ലോകത്തോട് ഇടപെടാൻ വേണ്ടി ഒരല്പം മൃദുല ഭാവത്തെ നമുക്ക് കൊണ്ടുവരണം. കാരണം മൃദുല ഭാവം ഇല്ലെങ്കിൽ നമുക്ക് ലോകവ്യവഹാരം സാധിക്കില്ല. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറണം, എങ്കിലും നമുക്ക് കാര്യപരിപാടികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ധർമ്മ സംബന്ധിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ലോകത്തോട് ഇടപെടാൻ വേണ്ടി അല്പം മൃദുല ഭാവത്തെ കൊണ്ടുവരാമെങ്കിൽ കൂടിയും സന്യാസിയുടെ ആന്തരിക തലത്തിൽ തീവ്രമായൊരു ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം എപ്പോഴും നിലനിർത്തണം. വസ്തു, വ്യക്തികൾ, വൈഭവങ്ങൾ, സ്ഥാനമാനങ്ങൾ, ഇതിനൊക്കെ പുല്ലുപോലെ പരിഗണിക്കണം. ഏറ്റവും ഉയർന്ന പദവിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ആ പദവി എന്തിനാണ്? ലോകത്ത് ധർമ്മപ്രചാരണാർത്ഥം ഈശ്വരൻ എനിക്കൊരു പദവി നൽകിയിരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രം ഞാൻ ആ പദവി ഉപയോഗിക്കുന്നു. നേരെ മറിച്ച് നമുക്കറിയാണ്, നാളെ ആ പദവി നാളെ എനിക്ക് നഷ്ടപ്പെടും. ആകെ പേടിക്കുന്നു, വിറയ്ക്കുന്നു, എങ്ങനെയെങ്കിലും പദവിയെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ സന്യാസവൃത്തി ഉറച്ചിട്ടില്ല. അപ്പോ വൈരാഗ്യഭാവത്തെ എല്ലാ കാലവും നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കഠിനമാണ്. അതേപോലെ ഇന്ദ്രിയ വിഷയങ്ങളെ സംയമനം ചെയ്യുക എന്ന് പറഞ്ഞാലും കഠിനമാണ്. കാരണം ഒരു ലൗകികനായ വ്യക്തി, ഗൃഹസ്ഥായ വ്യക്തിക്ക് ഇന്ദ്രിയ സംയമനമില്ല. അതുകൊണ്ട് ഇന്ദ്രിയ സംയമനം ചെയ്യുക എന്നുള്ളതിന്റെ കാഠിന്യം ആ വ്യക്തിക്ക് അറിയില്ല. നിലവിൽ സന്യാസ വേഷത്തെ ധരിച്ച് സമൂഹത്തിന് മുമ്പിൽ ഞാനൊരു യതിയാണെന്നുള്ള ഭാവത്തെ ജനിപ്പിച്ച വ്യക്തിക്ക്, ആ വ്യക്തിക്ക് ബോധപൂർവ്വം മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും കൂടി ഇന്ദ്രിയ സംയമനത്തിനായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പൊ ഉള്ളിൽ വലിയ സമ്മർദ്ദത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഒരിക്കൽ ആ വ്യക്തി തിരിച്ചറിയുകയാണ്, എനിക്കിത് ഒട്ടും പറ്റില്ല. എന്ത് ചെയ്യണം? നമുക്ക് സാധാരണ ഗതിയിൽ ഒരാൾ വലിയൊരു പർവ്വതം, ആ പർവ്വതത്തെ കയറാൻ വേണ്ടി അദ്ദേഹം പുറപ്പെട്ടു. ഏതാണ്ടൊരു കാൽഭാഗത്തെത്തി പുള്ളി മേൽപോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി, ഈ കയറ്റം കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല, ഇത് കഠിനമാണ്.
ഇത് കയറി മുകളിൽ എത്തുമ്പോഴേക്ക് ഞാൻ ആകെ തകർന്ന് തരിപ്പണമാണ്. അങ്ങനെ ഇത് തനിക്ക് കയറാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ വ്യക്തി ഇറങ്ങണം. അതിൽ യാതൊരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല, വല്ല തെറ്റുമില്ല. എനിക്കിത് പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ മാർഗത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയും. ഗുരു ഇവിടെ എന്ത് പറയുന്നു? ഗുരു പറയുകയാണ്, അങ്ങനെ സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോയി സന്യാസ ധർമ്മത്തെ തനിക്ക് നിർവഹിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തി തിരിച്ച് വീട്ടിലേക്ക് പ്രവേശിച്ചു. അർത്ഥം വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത് അവൻ സന്യാസത്തിലേക്ക് പോകരുത് എന്ന് പറയും. കാരണം ഒരു തവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. നമുക്ക് അത്തരം ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അങ്ങനെ പല സന്യാസിമാരും കണ്ടിട്ടുണ്ട്. സന്യാസത്തിന് വേണ്ടി ഇറങ്ങി പിന്നീട് പറ്റാത്തതുകൊണ്ട് വീട്ടിൽ പോയി ഗൃഹസ്ഥന്മാരായിട്ട് താമസിക്കുന്ന പല സന്യാസിമാരുണ്ട്. മീൻസ് നേരത്തെ സന്യാസിമാരായിരുന്ന ആളുകളുണ്ട്. അത് യാതൊരു തെറ്റുമില്ല. എന്തുകൊണ്ട്? വലിയ പർവ്വതം കയറാൻ വേണ്ടി പോയി, മനസ്സിലായി കയറാൻ പറ്റില്ല, തിരിച്ചിറങ്ങി വന്നു, ഒരു തെറ്റുമില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും സന്യാസം കൊടുക്കരുത്, ആ വ്യക്തി വീണ്ടും സന്യാസത്തിലേക്ക് പോകരുത് എന്ന് ഗുരു ശ്ലോകത്തിൽ പറയും. ഇത് അടുത്ത ശ്ലോകങ്ങളിൽ ചാതുർമാസ്യ വ്രതത്തെ കുറിച്ചൊക്കെ പറയുന്നു. ഈ ഗുരുപൂർണിമ മുതൽ ചാതുർമാസ്യം ആരംഭിച്ചിരിക്കുകയാണ്. ചാതുർമാസത്തിൽ സന്യാസിമാരെല്ലാവരും ഓരോരോ ഗ്രാമങ്ങളിൽ സംഘടിച്ച് അവിടെ ധർമ്മപ്രചരണം ചെയ്യേണ്ടുന്ന ആവശ്യതയെക്കുറിച്ചൊക്കെ ഗുരുദേവൻ അടുത്ത ശ്ലോകങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. സന്യാസിയുടേതായ കുറെ ധർമ്മങ്ങൾ, ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ അധ്യായത്തെ വളരെ സംക്ഷിപ്തമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം എടുത്ത് ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി 295 ശ്ലോകത്തിൽ ഗുരു പറയുന്നു, സന്യാസി സ്വസ്യ ധർമ്മസ്യ വ്രതസ്യാപ്യപബാധകം പരോപകാരമഖിലം കുര്യാത് നിഷ്കാമമാസ്ഥിതഃ. നിഷ്കാമമാസ്ഥിത സന്യാസി സ്വസ്യ ധർമ്മസ്യ വ്രതസ്യ അപി അപവാദകം. ഒരു സന്യാസിക്ക് തന്റെ സന്യാസ നിഷ്ഠയിൽ ഭംഗം വരുത്താതെ ഏതൊരു കാര്യത്തെയും ഏതൊരു പരോപകാരത്തെയും ചെയ്യാം, അല്ലെങ്കിൽ കുര്യാ ചെയ്യണം. ആ പരോപകാരം തന്റെ വ്രതഭംഗത്തിന് ഹേതുവായിരുന്നു. തന്റെ വ്രതഭംഗത്തിന് ബാധിക്കാത്ത എല്ലാ കർമ്മങ്ങളും എല്ലാ പരോപകാരങ്ങളും സന്യാസിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ അധ്യായത്തെ ഗുരുദേവൻ ഉപസംഹരിക്കുക. അങ്ങനെ ഗുരുവിന്റെ കൃപ കൊണ്ട് കഴിഞ്ഞ 47 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തു വന്ന ശ്രീനാരായണ ധർമ്മം കൃതി ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉപസംഹരിച്ചിരിക്കുകയാണ്.